ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് അഗൈൻ ഓൾ. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം ആക്ടിവിറ്റി റേഷ്യോ ആയിരുന്നു. അതിൽപ്പെട്ടിട്ടുള്ള സബായിട്ട് വരുന്ന റേഷ്യോസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്നുള്ള ഭാഗമാണ്. ഇപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ലിവറേജ് റേഷ്യോ ഡിസ്കസ് ചെയ്തു, ആക്ടിവിറ്റി റേഷ്യോ ഇന്നലെ ക്ലാസ്സോട് കൂടി നമ്മൾ ഏകദേശം പൂർത്തിയാക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്നുള്ള ഈ ഒരു ഭാഗമാണ്. എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അതുപോലെ തന്നെ അതിൽ ഉൾക്കൊള്ളുന്ന സബായിട്ടുള്ള റേഷ്യോസ് ഏതൊക്കെ എന്നുള്ളതെല്ലാം നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ്. ഏതായാലും ഫസ്റ്റ് നമുക്ക് വാട്ട് ഈസ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അതിലേക്കൊന്ന് കണ്ണോടിക്കാം. Profitability ratio. Profit is important for everyone associated with the company. നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും, ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു വിഭാഗമാണെങ്കിലും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും കമ്പനി പ്രോഫിറ്റിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അവിഭാജ്യ ഘടകമാണ്. കാരണം കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ലഭ്യമാവുകയുള്ളൂ. കമ്പനി നഷ്ടത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും ബാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത് കമ്പനി നല്ല പ്രോഫിറ്റിൽ ആയിരിക്കണം എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ്. ദെൻ ദ ടേം പ്രോഫിറ്റബിലിറ്റി റെഫേഴ്സ്. എന്താണ് പ്രോഫിറ്റബിലിറ്റി, എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ എബിലിറ്റി ഓഫ് എ ഫേം ടു ഏൺ ഇൻകം. ഫേമിൻ്റെ ഒരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവിനെയാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുക. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഫിറ്റ് അഥവാ ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു കഴിവിനെയാണ് പ്രോഫിറ്റബിലിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്കൊരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ തുടർന്ന് വരുന്നുണ്ട്. അതാണ് ദർ ആർ ടു ടൈപ്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഫസ്റ്റ് വൺ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ്. നമ്മൾ സെയിൽസിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയും, മറ്റൊന്ന് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും നമ്മൾ തുടർന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസിൽ ആദ്യമായിട്ട് ഫസ്റ്റ് റേഷ്യോ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്. ഗ്രോസ് പ്രോഫിറ്റും അതുപോലെ സെയിൽസും തമ്മിലുള്ളൊരു റിലേഷനാണ് ഇവിടെ നമ്മൾ അനാലിസിസിന് വിധേയമാക്കുന്നത്. ഇറ്റ് ആൾസോ നോൺ ആസ് ഗ്രോസ് മാർജിൻ. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഗ്രോസ് മാർജിൻ ആണ്, ജി ആണ്, ഗ്രോസ് മാർജിൻ. ഈ ഒരു സെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ ലഭ്യമായിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റും, നെറ്റ് പ്രോഫിറ്റ് അല്ല ഗ്രോസ് പ്രോഫിറ്റും തമ്മിലുള്ള ബന്ധം, ആ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100%, ആക്കാൻ വേണ്ടിയിട്ട് ആണ് ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ. ഇവിടെ നമുക്ക് രണ്ട് കോമ്പണൻസ് ഉള്ളത്, ഒന്ന് ഗ്രോസ് പ്രോഫിറ്റും മറ്റൊന്ന് നെറ്റ് സെയിൽസുമാണ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസിൽ നിന്ന്, സെയിൽസ് നമ്മൾ നെറ്റ് സെയിൽസ് അഥവാ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ കഴിച്ചിട്ടുള്ള നെറ്റ് സെയിൽസിൽ നിന്ന് ആ ഒരു സെയിൽസ് വരെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട്, ചിലവായിട്ടുള്ള എമൗണ്ട് കുറച്ചാൽ ബാക്കിയുള്ള എമൗണ്ടാണ് നമുക്ക് എന്തായിട്ട് പറയാം, ഗ്രോസ് പ്രോഫിറ്റായിട്ട് നമ്മൾ പറയാറ്. ഓക്കെ, അതാണ് താഴെ നൽകിയിട്ടുണ്ട്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്.
ദെൻ മറ്റൊരു കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നെറ്റ് സെയിൽസ് കണ്ടെത്താൻ എന്താണ്? ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സെയിൽസിൽ നിന്ന് റിട്ടേൺസ് കുറച്ചാൽ നമുക്ക് നെറ്റ് സെയിൽസും ലഭിക്കും. അത് രണ്ടുമാണ് അതിൻ്റെ കോമ്പോണൻസ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് മൈനസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാണാം എന്നുള്ളത് നമുക്ക് മുന്നേ അറിയാം. എങ്ങനെയായിരുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് നമുക്ക് മുന്നേ അറിയാം. ഏതായാലും ഈ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി അളക്കാം. ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് എത്ര ശതമാനം സെയിൽസിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സെയിൽസിൻ്റെ ഭാഗമായിട്ട് എത്ര ഗ്രോസ് പ്രോഫിറ്റ് ലഭിച്ചു എന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എത്ര പ്രോഫിറ്റ് ലഭിച്ചു എന്നറിയുന്നതോട് കൂടി തന്നെ ആ സെയിൽസിൽ നിന്ന് ബാക്കി വരുന്ന എമൗണ്ട് എന്തായിരിക്കും? അപ്പോൾ കോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് ഫിക്സ് ചെയ്യാനും ഈ ഒരു റേഷ്യോ തന്നെ ഉപകാരപ്പെടുന്നുണ്ട്. ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് സാധാരണഗതിയിൽ 20% to 25% ആണ് ഉണ്ടാവാറ്. അതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് 20% to 25%. 25ഉം 20% ഒക്കെയാണ് ഒരു സ്റ്റാൻഡേർഡായിട്ട് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഇനി ഒരു ഇൻ്റർപ്രിട്ടേഷൻ നൽകുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നൽകാം? എ ഹൈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ദാറ്റ് ഈസ് 20 or 25% ഒക്കെ ലഭിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സൈൻ ഓഫ് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് മാനേജ്മെൻറ്റ്. എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പർച്ചേസ് മാനേജ്മെൻറ്റ് ആയിരിക്കാം. എന്തോ ആവട്ടെ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു എഫിഷ്യൻസി അവിടെ വന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഹൈ റേഷ്യോ നമുക്ക് ലഭിച്ചത്. ദെൻ എ ലോ റേഷ്യോ ഈസ് എ ഡേഞ്ചർ സിഗ്നൽ. ലോ റേഷ്യോ ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതൊരു ഡേഞ്ചർ സിഗ്നലാണ്. കാരണം അവിടെ എഫക്റ്റീവ് പർച്ചേസ് മാനേജ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നല്ല രീതിയിലല്ല നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പ്രോഫിറ്റബിലിറ്റി, കപ്പാസിറ്റി ഓഫ് ദ ഫേം ടു മേക്ക് എ പ്രോഫിറ്റ്. ഓക്കെ. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു നെറ്റ് സെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ആ സെയിൽസിന് പുറമെ വി ക്യാൻ ആൾസോ ഫൈൻഡ് കോസ്റ്റ് ബൈ യൂസിങ് ദ റേഷ്യോ. നമ്മൾ പറഞ്ഞു നെറ്റ് സെയിൽസിൽ നിന്ന് ആ സെയിൽസ് ആനുപാതികമായിട്ട് എത്ര പ്രോഫിറ്റ് കിട്ടി എന്ന് നോക്കുന്നതിന് പോലെ തന്നെ വി ക്യാൻ ആൾസോ ഫൈൻഡ് കോസ്റ്റ് ബൈ യൂസിങ് ദ റേഷ്യോ. ഈ റേഷ്യോ ഉപയോഗിച്ച് തന്നെ നമുക്ക് കോസ്റ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു വസ്തുതകളെല്ലാം ഒരു ചെറിയൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. എക്സാമ്പിൾ ഇതാണ്: കമ്പ്യൂട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഫ്രം ദി ഫോളോവിങ്. ചുവടെ നൽകിയിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സെയിൽസ് 5,12,000 സെയിൽസ് റിട്ടേൺ 10,000 ഓപ്പണിംഗ് സ്റ്റോക്ക് 82,000, ക്ലോസിംഗ് സ്റ്റോക്ക് 64,400, പർച്ചേസ് 3,92,000, പർച്ചേസ് റിട്ടേൺ 8,000. ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കാണുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇക്വേഷൻ ഫസ്റ്റ്ലി നമ്മൾ ആ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതുക. എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ആ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം തന്നെ ഒന്ന് എടുത്ത് എഴുതുക. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. എന്നിട്ട് ഈ ഓരോരോ കോമ്പണൻസ് ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാണും, അതുപോലെ തന്നെ നെറ്റ് സെയിൽസ് എങ്ങനെ കാണും എന്നുള്ളതെല്ലാം നമുക്കറിയാം. ആദ്യം നമുക്ക് നെറ്റ് സെയിൽസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നെറ്റ് സെയിൽസ് കിട്ടാൻ ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ എന്നുള്ളതാണ്. ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. നമ്മുടെ പ്രോബ്ലത്തിൽ സെയിൽസ് നമുക്ക് നൽകിയിട്ടുണ്ട് 5,12,000 ആണ്. സെയിൽസ് റിട്ടേൺ 10,000 പ്രോബ്ലത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഓക്കെ, ഈ രണ്ട് ഐറ്റംസ് ആണ്. സെയിൽസ് 5,12,000 റിട്ടേൺ
10,000 ഇത് രണ്ടും നമ്മൾ അവിടെ പരിഗണിച്ചു. അങ്ങനെ അതിൽ നിന്ന് 10,000 മൈനസ് ചെയ്തപ്പോൾ 5,02,000 നമുക്ക് ലഭിച്ചു. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയുണ്ട് എന്ന് നമുക്ക് അറിയണം. ആദ്യം ഗ്രോസ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയുണ്ട് എന്നൊന്ന് നോക്കാം. അതിൻ്റെ ഇക്വേഷന് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഡയറക്റ്റ് എക്സ്പെൻസുകളൊന്നും നൽകിയില്ല. അതുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളതാണ്. ഇവിടെ പർച്ചേസ് എന്നുള്ളത് നെറ്റ് പർച്ചേസാണ്. അതുകൊണ്ട് വല്ല റിട്ടേൺസും ഉണ്ടെങ്കിൽ നമ്മളത് മൈനസ് ചെയ്തിട്ടാണ് പർച്ചേസ് എമൗണ്ട് എടുക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 82,000 എടുത്തു പ്ലസ് പർച്ചേസസ്, അതായത് നെറ്റ് പർച്ചേസാണ്. പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ആണ് എടുത്തിട്ടുള്ളത്. ദെൻ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 64,000 നമ്മളെടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എമൗണ്ടാണ് 4,01,600 എന്നുള്ള ഒരു എമൗണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലഭിച്ചു. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കാണാം. ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു വെച്ച നെറ്റ് സെയിൽസ് ഉണ്ട്. ആ നെറ്റ് സെയിൽസിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കും. അങ്ങനെയാണല്ലോ. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഉള്ള ഒരു പ്രോഫിറ്റ് അഥവാ ഈ ഒരു സെയിൽസിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിൽപ്പന നടത്തുന്ന ആ ഒരു സമയം വരെയുള്ള കോസ്റ്റ് നമ്മൾ കുറക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് തന്നെയാണ് ലഭിക്കുന്നത്. ഓക്കെ, ആ ഒരു എമൗണ്ട് കിട്ടാനാണ് ഇവിടെ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ചെയ്യുന്നത്. 5,02,000 മൈനസ് 4,01,600 എന്നുള്ള എമൗണ്ട് ചെയ്തപ്പോൾ 1,04,000 എന്നുള്ള ഒരു എമൗണ്ട് നമുക്ക് ആൻസർ ആയിട്ട് ലഭിച്ചു, ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് ലഭിച്ചു. ഇനി ജസ്റ്റ് ആ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ലഭിക്കാൻ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു 1,04,000 ഡിവൈഡഡ് ബൈ 5,02,000 ഇൻറ്റു 100. ദാറ്റ് ഈസ് 20% ആണ് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് നമുക്ക് ലഭിച്ചു. 20%. നമ്മൾ സ്റ്റാൻഡേർഡ് റേഷ്യോ പഠിച്ചിരുന്നത് എന്തായിരുന്നു? 20% to 25% ആയിരുന്നു. അതുകൊണ്ട് ഇത് ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ ചെറിയൊരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് നൽകേണ്ടതുണ്ട്. ആൻസർ ഇവിടെ ലഭിച്ചു. ഇനി ഇൻ്റർപ്രിട്ടേഷൻ കൂടി നൽകുമ്പോഴാണ് അത് പൂർണ്ണമാവുകയുള്ളൂ. ഇൻ്റർപ്രിട്ടേഷൻ നൽകാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എവറി ₹100 ഓഫ് സെയിൽസ് ദ ഫേം ഹാസ് ഏൺഡ് എ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ₹20. ഇവിടെ പറയുന്നത് ആൻസർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 20% ആണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്താണ്? 20% ആണ് എന്നുള്ളത് നമുക്ക് ലഭിച്ചു. 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 100 രൂപയാണ് സെയിൽസ് എങ്കിൽ അതിൽ 20 രൂപ പെർസെൻറ്റേജ് നമ്മൾ 100ലേക്കാണല്ലോ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ 100 സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ 20 രൂപ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രോസ് പ്രോഫിറ്റ് 20 ആണ് എങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് എന്തായിരിക്കും? പ്രോഫിറ്റ് അതോടുകൂടി സെയിൽസ് നമുക്ക് ലഭിക്കണമെങ്കിൽ സെയിൽസ് ഈക്വൽ ടു എന്താണ്? സെയിൽസിൻ്റെ എമൗണ്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ? അതുകൊണ്ട് പ്രോഫിറ്റ് നമുക്ക് ലഭിച്ചു. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്തായിരിക്കും? കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ 20 രൂപ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ബാക്കിയുള്ള 80 രൂപ എന്തായിരിക്കും? നമ്മുടെ കോസ്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതാണ് അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി ₹80. 20% ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ബാക്കിയുള്ള 80% എന്താണ്? അതിൻ്റെ കോസ്റ്റാണ് എന്നുള്ളതും നമുക്ക് അറിയേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ നൽകുന്നത്. ഇനി ഇതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള മറ്റൊരു റേഷ്യോ, ഇതിൽ പെട്ടിട്ടുള്ള സബായിട്ട് വരുന്ന തന്നെ മറ്റൊരു റേഷ്യോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസിൽ തന്നെ വരുന്ന രണ്ടാമത്തെ റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഓപ്പറേറ്റിംഗ് റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. ശ്രദ്ധിക്കണേ,
ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഗ്രോസ് പ്രോഫിറ്റിൽ എന്ത് തമ്മിലുള്ള റിലേഷനാണ് നോക്കിയിരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് സെയിൽസ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആയതുകൊണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റുമാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ സെയിൽസുമാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് ഓപ്പറേഷൻ്റെ ആ ഒരു കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ വിശദമായിരിക്കാം എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നുള്ളത്. ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഓവറോൾ എഫിഷ്യൻസി ഇൻ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ്. ഓവറോൾ എഫിഷ്യൻസി ഇൻ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ്, ദാറ്റ് ഈസ് ബിസിനസ്സിൻ്റെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആ ഒരു സെല്ലിംഗ് നടക്കുന്നത് വരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയാൻ കഴിയുക. അതാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡാണ് നേരത്തെ റേഷ്യോ നമ്മൾ പഠിച്ചത്. പക്ഷേ ഇവിടെ ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെല്ലിങ്ങിൻ്റെ സമയത്ത് വരുന്ന കുറച്ച് എക്സ്പെൻസുകളുണ്ട്, അതും കൂടി അതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, കൂടുതൽ വിശദമാക്കാം. അതിനു മുമ്പ് ഈ ഒരു നോട്ട്സ് ഒന്ന് ശ്രദ്ധിക്കുക. തേർഡ് പോയിന്റ്, ദിസ് റേഷ്യോ ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 100ലേക്ക് മൾട്ടിപ്പിൾ ചെയ്തിട്ട് പെർസെൻറ്റേജിലാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ജനറൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ആൻ എൻ്റർപ്രൈസസ്. എൻ്റർപ്രൈസിൻ്റെ ജനറൽ പ്രോഫിറ്റബിലിറ്റിയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ദിസ് റേഷ്യോ ഹെൽപ്പ് ഇൻ കൺട്രോളിംഗ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ദ ബിസിനസ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നമുക്ക് അറിയാൻ സാധിക്കും. ഓപ്പറേറ്റിംഗ് കോസ്റ്റും കൺട്രോൾ ചെയ്യാൻ ഈ റേഷ്യോ അനാലിസിസ് നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ റേഷ്യോ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് റേഷ്യോ അതിൻ്റെ ഇക്വേഷൻ എന്ത് എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അധികം വന്നു എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നല്ല നമ്മൾ നൽകിയിരുന്നത്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും അല്ല നൽകിയിരുന്നത്. എന്തായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ആയിരുന്നു. ഇവിടെ ഈ രണ്ട് ഐറ്റംസ് എന്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെൻസസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് തന്നെയാണ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അതും നമ്മുടെ എക്സ്പെൻസ് തന്നെയാണ്. അവ രണ്ടും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത് മാറിയിട്ട് എന്തായി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ആയിട്ട് മാറി. ഇനി ഈ ഒരു റേഷ്യോയുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ പറയുകയാണെങ്കിൽ ലോവർ ദ റേഷ്യോ more is the efficiency and higher is the operating profit. Lower the ratio, ശ്രദ്ധിക്കണേ, ലോവർ ദ റേഷ്യോ, ഹയർ അല്ല, ലോവർ ദ റേഷ്യോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ, ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് ലഭിച്ച നെറ്റ് സെയിൽസ് ആണ്. നെറ്റ് സെയിൽസ് എന്തായാലും ഒരു 1 ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഈസ് അനുപാതത്തിൽ നമ്മൾ എഴുതിയ സമയത്ത് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു നെറ്റ് സെയിൽസ് ഇപ്പോൾ നമ്മൾ 1 ആയിട്ട് നൽകുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഐറ്റംസ് ആണ് ഇനി നമുക്ക് ലഭിക്കുന്ന എമൗണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ആണ് ലഭിക്കുന്നതെങ്കിൽ അത് ഹയർ ആയിട്ട് നമ്മൾ പരിഗണിച്ചിരുന്നു. അതുപോലെ ഇത് പെർസെൻറ്റേജിലേക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഒരു ഈസ് കണക്കല്ല. അതുകൊണ്ട് നമുക്ക് പറയാം പെർസെൻറ്റേജിൽ ലഭിക്കുമ്പോൾ ലോവർ റേഷ്യോ ആണെങ്കിൽ അതെന്തിനെയാണ് കാണിക്കുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഹയർ ആണ്, ദാറ്റ് ഈസ് എഫിഷ്യൻസി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. കാരണം എന്താ, നമ്മുടെ ഡിനോമിനേറ്റർ നെറ്റ് സെയിൽസും മുകളിലായിട്ട് നമുക്ക് നമ്മൾ നൽകിയിട്ടുള്ള കോസ്റ്റുകളാണ്. ആ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് റേഷ്യോ കൂടുകയാണ് ചെയ്യാറ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് കുറയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ലോവർ ദ റേഷ്യോ മോർ ഈസ് ദ എഫിഷ്യൻസി. റേഷ്യോ കുറയുന്നതിനനുസരിച്ച് എഫിഷ്യൻസി കൂടുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. എഫിഷ്യൻസി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഹയർ ഈസ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുതലാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ദെൻ ഓൺ ദി അതർ ഹാൻഡ് മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എ ഹയർ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ്, ഓപ്പറേറ്റിംഗ് റേഷ്യോ ഹൈ ആണ് ലഭിക്കുന്നതെങ്കിൽ
indicate that margin for meeting non-operating expenses, creating reserves and paying dividend is less. ഇത്തരത്തിലുള്ള ഡിവിഡൻഡ് കൊടുക്കുക, അതുപോലെ തന്നെ റിസർവ് ഉണ്ടാക്കുക, അതൊക്കെ നമുക്ക് സാധിക്കില്ല എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ ലഭിച്ചിട്ടുള്ളത്. ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി നമുക്കൊന്ന് വിശദീകരിക്കാം. എക്സാമ്പിൾ ഇതാണ്: ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഐറ്റംസ് ഇതാണ്: സെയിൽസ് 7,60,000, സെയിൽസ് റിട്ടേൺ 10,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4,80,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 45,000, സെല്ലിംഗ് എക്സ്പെൻസസ് 75,000, ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സാഷൻ 30,000. ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ള ഐറ്റംസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതുക. ഇക്വേഷൻ എടുത്തെഴുതിയിട്ട് അതിലുള്ള കോമ്പണൻസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്നെന്താണ്, നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ദെൻ രണ്ടാമത്തെ കോമ്പണൻസ് നെറ്റ് സെയിൽസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ഐറ്റം എന്താണ്, സെയിൽസ് ആണ്. സെയിൽസ് 7,60,000, സെയിൽസ് റിട്ടേൺ 10,000. അപ്പോൾ സ്വാഭാവികമായിട്ടും നെറ്റ് സെയിൽസ് ലഭിക്കണമെങ്കിൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ചെയ്താൽ നമുക്ക് ലഭിക്കും. അപ്പം 7,50,000 ആയിരിക്കും, 10,000 എന്ന് മൈനസ് ചെയ്താൽ. ദെൻ നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഐറ്റമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്, 4,80,000 ആണ്. അത് നമുക്ക് ആൻസറിൽ നൽകേണ്ടതുണ്ട്. ദെൻ പിന്നീട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്ന ഐറ്റംസ് ആണ് ഏതൊക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും അതുപോലെ തന്നെ സെല്ലിംഗ് എക്സ്പെൻസസും എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നെയാണ്. അഡ്മിനിസ്ട്രേഷൻ അഥവാ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത്, അതുപോലെ തന്നെ സെല്ലിങ്ങിനായിട്ട് നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസുകൾ, ഇവ രണ്ടും എന്ത് തന്നെയാണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൻ്റെ ഗണത്തിൽ പെടുന്നവ തന്നെയാണ്. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സാഷൻ ഇതിൽ വരുന്ന ഒന്നല്ല, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ആൻസറിൽ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. ഇത്രയും കാര്യങ്ങളെ നമുക്കതിൽ ചെയ്യേണ്ടതുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഇക്വേഷനിൽ ആ ഒരു സമവാക്യം നമ്മൾ എടുത്ത് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഓരോരോ ഐറ്റംസ് എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം. ഇക്വേഷൻ എന്താണ്, ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇസിക്കൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. സ്വാഭാവികമായിട്ടും നെറ്റ് സെയിൽസ് കാണാനുള്ള ഇക്വേഷനും നമുക്കറിയാം, ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. അതായത് 7,60,000 മൈനസ് 10,000 നമ്മൾ ഓൾറെഡി ചെയ്തു, 7,50,000 നമുക്ക് ലഭിച്ചു. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എമൗണ്ട് എത്രയാണ്, നമ്മുടെ പ്രോബ്ലത്തിലുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4,80,000 ആണ്. അത് നമ്മൾ ഇവിടെ എഴുതി. 4,80,000 പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 2 ഐറ്റംസ് ആണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. 2 ഐറ്റംസ് ഏതൊക്കെയായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും അതുപോലെ സെല്ലിംഗ് എക്സ്പെൻസസും. 45,000ഉം 75,000ഉം 2 എമൗണ്ടും നമ്മൾ അവിടെ എടുക്കേണ്ടതാണ്. അതാണ് അവിടെ നൽകിയത്. 4,80,000 പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്, പ്ലസ് 45,000ഉം 75,000 എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്നതാണ്. ദെൻ ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്, 7,50,000. ദെൻ ഇൻറ്റു 100. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന റേഷ്യോ 80% എന്നുള്ളതാണ്. 80% എന്താണ്, ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ് 80%. സോറി, ആ ഒരു സ്ലൈഡ് ഒന്ന് മാറിപ്പോയി അതിൻ്റെ അടുത്ത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് റേഷ്യോ ലഭിച്ചിട്ടുണ്ട് 80%. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമുക്ക് ഈ ഒരു നെറ്റ് സെയിൽസ് നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ 80% എന്ന് പറഞ്ഞാൽ അത്രയും കോസ്റ്റ് നമുക്ക് വന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുകളിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ആണല്ലോ നൽകിയിട്ടുള്ളത്. അവ രണ്ടുമാണ് ആ 80% കാണിച്ചിട്ടുള്ളത്. 80%ഉം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസാണ് വന്നിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള എമൗണ്ടാണ് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അതാണ് അപ്പോൾ ഇൻ്റർപ്രിട്ടേഷനായിട്ട് നമ്മൾ നൽകേണ്ടത്. ഇവിടെ നൽകിയിട്ടുണ്ട്, ദ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എവറി ₹100 ഓഫ് സെയിൽസ്, 100 രൂപ സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ ₹80.
അതിൽ 100-ൽ 80% എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വിൽ ബി ₹20. എന്തായിരിക്കും 20 രൂപ മാത്രമേ പ്രോഫിറ്റ് ഇനത്തിൽ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു 2 റേഷ്യോസാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള റേഷ്യോസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.